ഇപ്പോൾ മിക്ക ആളുകൾക്കും വിറ്റാമിൻ ഡി വളരെയധികം കുറവാണ് കാണിക്കുന്നത്. ചിലർക്കെങ്കിലും 15-ന് താഴെയൊക്കെയാണ് വിറ്റാമിൻ ഡി കാണിക്കുന്നത്. 20-ൽ താഴെ പോകുന്നത് ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. മിക്കവർക്കും അത് തിരിച്ചറിയാതെ പോകാറുണ്ട്. പല കാരണങ്ങൾ മൂലം ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാം. എങ്കിൽ തന്നെയും വൈറ്റമിൻ ഡി കുറയുമ്പോൾ ശരീരം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നത് ഒരു വിറ്റാമിൻ ഡി കുറയുന്നതിൻ്റെ ഒരു കാരണമാണ്. ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുക, വയറ് പെരുക്കുക, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുക, ഭക്ഷണം കഴിച്ചാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, വയറിൻ്റേതായ അസ്വസ്ഥതകൾ, ഇതെല്ലാം വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടാകുക, നഖത്തിന് വരുന്ന നഖം ഒരു ആരോഗ്യമില്ലാത്ത നഖങ്ങൾ വരിക, അത് പൊട്ടിപ്പോവുക, അതുപോലെ സ്പ്ലിറ്റൻസ് വരിക, അതുപോലെ മുടിയിലാണെങ്കിലും സ്പ്ലിറ്റൻസ് ഉണ്ടാകുക, ആരോഗ്യമില്ലാത്ത മുടികൾ ഉണ്ടാകുക. അതുപോലെ തന്നെയാണ് ഒരു ആങ്സൈറ്റി, നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ, ഡിപ്രഷൻ, അതുപോലെ തന്നെ നമ്മൾക്ക് ശരീരത്തിനുണ്ടാകുന്ന അതിയായ ക്ഷീണം, നമ്മൾക്ക് എഴുന്നേക്കാൻ, അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നാതിരിക്കുക, എത്ര ഉറങ്ങിയാലും കിടന്നാലും മതിയാകാതിരിക്കുക, അതുപോലെ തന്നെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാനായിട്ട് സമയമെടുക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ബോഡി ആരോഗ്യമുള്ളൊരു ശരീരമാണെങ്കിൽ നമ്മൾക്ക് ഏതൊരു മുറിവുണ്ടെങ്കിലും അത് ഹീൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഈ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മുറിവ് ഉണങ്ങാതെ തന്നെ ആ ഒരു ഭാഗം നമ്മൾക്ക് എപ്പോഴും ഒരു വേദനയോടുകൂടെ തന്നെ ഉണങ്ങാനായിട്ട് ഒരുപാട് സമയമെടുക്കുന്നു. അതുപോലെ തന്നെ മസിലുകൾക്കുണ്ടാകുന്ന വീക്ക്നെസ്, മസിലിനൊരു സ്ട്രെങ്തൻ ഇല്ലായ്മ, മസിലുകൾ തൂങ്ങിപ്പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്.